എന്നിട്ടോ ഫുഡ് ഉണ്ടാക്കുമായിരുന്നോ? പിന്നെ ഇവിടെ കിടന്നാൽ അപ്പം മൊബൈൽ നോക്കിക്കൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മൊബൈൽ അവിടെ കിടക്കും, ഞാനവിടെ കിടക്കും. മൊബൈൽ കട്ടില കിടക്കുമോ? ഇതിൽ വഴി ഒച്ചപ്പാടം നോക്കിയുണ്ട്. അതെ. ഹായ്, ബിന്ദു സ്ട്രിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു ദിവസത്തിലേക്ക് വീണ്ടും ഞങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ എൻജോയ് ഇല്ലാതെ ഇരുന്നിട്ട് ഭയങ്കര മിനുക്കാണ് കേട്ടോ. മിനുക്കി പിന്നെ അതിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് നടക്കുന്നു. ആ അമ്മയ്ക്കിട്ട് 2 ഇടി കൊടുക്കും കുഞ്ഞാ. ഈ അമ്മ ഭയങ്കര കൊഞ്ചലുകാരിയാണ്. ഇതവളുടെ നോട്ടം നോക്കിക്കാം. അവൻ്റെ ചിക്കനാണ്, ചിക്കൻ കൊച്ചാണത്, ചിക്കൻ കൊച്ച്. ഈ കൊച്ച എന്നാ കൊച്ചാ? ചിക്കൻ. നീയും ചിക്കനാണോ? നീ ചിക്കൻ കൊച്ചാണോടാ? നീ എന്നിട്ട് ചെറുപ്പത്തിൽ പേര് പറഞ്ഞോണ്ടിരുന്നത് എന്തുവാ? ആച്ചി. ഇവൻ ചെറുപ്പത്തിൽ ആൻസി എന്നാ പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ പാവോ, എനിക്കെല്ലാം തിന്നാൻ കിട്ടുക ഈ കുഞ്ഞ് പറയുന്നത്. എടാ അവർക്കും എല്ലാം തിന്നാൻ കൊടുക്കടാ. 2026 10 രൂപയുടെ കോയിനാണ് രാജസ്ഥാനിൽ ഉണ്ടാക്കിയെന്ന് ഇവൻ പറയുന്നു. രാജസ്ഥാൻ, കുത്ത്, ബീഹാർ, ഡയമണ്ട്, ഹൈദരാബാദ്. എന്നാണേലും 26 കോയിനാണ്. അതാ അങ്ങോട്ട് വെക്കണം. ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ല ചേട്ടാ, ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ ഇഡലി ഉണ്ടല്ലോ. ചേട്ടൻ കഞ്ഞി കുടിച്ചാൽ ഇഡലി കഴിച്ചോളാം. എനിക്ക് ഇഡലി ഇഷ്ടമായോണ്ടാ ഞാൻ ഇഡലി കഴിച്ചോളാം. ചേട്ടൻ ഇഡലി ഇഷ്ടമില്ലാത്ത ആളാ. നീയാണ് ഇഡലി ഇത്രയും കഴിച്ചതാ? ഇതെവിടെ 2 പേര് വന്നിരിക്കണു. ആ കുഞ്ഞിന് ഇച്ചിരി ഇഡലി ഒരു പീസ് ഒടിച്ചുകൊണ്ട് കൊടുത്തേടാ. അപ്പുറം എങ്ങനെ കൊണ്ടിട്ട് കൊടുക്കുക. ചോറ് ചേട്ടൻ പറഞ്ഞു ചോറ് ഇരിപ്പുണ്ടെന്ന്. ചോറ് ഇച്ചിരി ഉള്ള സത്യത്തിൽ. പൊറോട്ട വാങ്ങിയാൽ മതിയായിരുന്നു ഒരു 3-4 എണ്ണം. ദേ കക്കയിറച്ചി അവനത് മുഴുവൻ തീർത്തട്ടോ. സാമ്പാർ ഇരിപ്പുണ്ട്, മീൻകറി ഇരിപ്പുണ്ട്. ദേ നമ്മൾ കഴിക്കും കേട്ടോ. ഞാൻ പാത്രം നിറച്ച് സാമ്പാറും എടുത്തു, ഇഡ്ഡലി എടുത്തു. ചേട്ടൻ ചോറും മീൻചാറും, മീൻ കറി എടുത്തില്ല, ചീരത്തോരനും ബീഫ് ഫ്രൈയും പോട്ടി ഫ്രൈയും ആൻസൂട്ടനും. ഞാൻ കഴിച്ചില്ലേ. പ്രാണി ഇഡലി കഴിച്ചു. പ്രാണി ഇഡലി സാമ്പാറും കഴിക്കും. ബാ പ്രാണി ബാ. എന്നാ പ്രാണി ദേ അതിനകത്ത് ഇട്ടു പ്രാണി. ഓ ഈ പ്രാണിക്ക് കണ്ണറിഞ്ഞു. ഇതാ പോയി പണി നോക്ക് പൂച്ച. ഓട്ടുവോ എൻ്റെ കാസര കയറി ഇരിക്കാൻ വേണ്ടി. എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഞാനവിടെ പണ്ടത്തെ പോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് ബാക്കി ചോറും കഴിച്ചു. ചേട്ട പുല്ല് വെട്ടാൻ പോയപ്പോൾ എനിക്കൊരു കൂട്ടം കൊണ്ടു തന്നു. ജാതിക്ക. ഞാൻ ഇട്ടില്ലല്ലോ അതിന്. $10. ഞങ്ങളങ്ങനെ ഇരിക്കുവാണ്. ഇച്ചിരി കഴിഞ്ഞിട്ട് തിന്നാം, അല്ലെങ്കിൽ ആ വായിലെ ടേസ്റ്റ് പോവും ബീഫിൻ്റെ. ഞാൻ 2-3 റീല് ചെയ്യാനുള്ള ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ. അത് റീല് ചെയ്യണം. ഡയലോഗുകളുണ്ട്, പാട്ടുണ്ട്. ആൻസോ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഇട്ട് നേരത്തെ കിടന്നു. രാവിലെ എണീപ്പിക്കണം, പഠിപ്പിക്കണം ഇരുത്തി. നാളെ ആയാലും എനിക്ക് ക്ലാസ്സില്ല.
അതുകൊണ്ട് കോളേജിൽ രാവിലെ എഴുന്നേറ്റ് ഓടണ്ട. രാവിലത്തേക്ക് വേണ്ടി ഞാൻ ഒരു പണിയും ചെയ്തും വെച്ചിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഗോതമ്പൊടി ഇരിപ്പുണ്ട്, റവ ഇരിപ്പുണ്ട്, അരിപ്പൊടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്ത് വേണേലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി പീസ് കടലെടുത്ത് വെള്ളത്തിലിടാം. മാക്കും നോക്കിയ പൂച്ചയൊക്കെ അകത്താണല്ലോ. നമ്മുടെ മാക്ക് ഭയങ്കരമായിട്ട് കിടന്ന് കുറച്ചിട്ടോ. അപ്പം ഞങ്ങൾ നോക്കാനായിട്ട് പോയതാ. പെട്ടെന്ന് തന്നെ മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഒരു കുറുക്കം വന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളതെന്ന് തോന്നുന്നു. കോഴികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ഒന്ന് അന്വേഷിക്കാനൊക്കെ ആയിട്ട് വന്നതായിരുന്നു. മാക്ക് ഭയങ്കര പറയായിരുന്നു കിടന്ന്. കൂടെ കുഞ്ഞു കുട്ടന്മാരും കുറച്ച് നമ്മുടെ ലക്കി ഭയങ്കര പറയാം. നമ്മൾ ഓടിച്ച് നോക്കുമ്പോഴേ ഇങ്ങനെ ചെവിയും വെച്ചുകൊണ്ട് ഓടുക റബ്ബർ തോട്ടത്തിൽ കൂടെ കുറുക്കൻ. അവര് കുറയ്ക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കേട്ട് വേറെ എന്തോ കാര്യത്തിന് കുറയ്ക്കണം. ഇവൻ കുറയ്ക്കുമ്പോൾ അവരും കുറയ്ക്കുന്നുണ്ട്. അതുമാതിരി വലുതായി നല്ല സെറ്റപ്പ് ആകും. അതിലാ കറമ്പന് ഭയങ്കര സ്നേഹമാട്ടോ ലക്കിക്ക്. അവനിങ്ങനെ മടി കയറിയിട്ട് ഇങ്ങനെ ചേർന്നിരിക്കും, നമ്മുടെ മേത്തേക്ക് ഒട്ടിയിരിക്കും. അവര് നമ്മുടെ ഈ പൂച്ചക്കുഞ്ഞിന് ഭയങ്കര സ്നേഹം. അമ്മയുടെ കൂടെ കളിച്ചടക്കണതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോവുകയാണ്. കിടക്കണില്ല, ഇച്ചിരി കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇച്ചിരിയൊക്കെ വിശ്രമിച്ചൊക്കെ ഇരിക്കും, എന്നിട്ട് കിടക്കണം. ചോറൊക്കെ കഴിച്ചു, ഇഡലി കഴിച്ചു. ഞാൻ ഇച്ചിരി ചോറും കഴിച്ചു. ഇഡലി അങ്ങനെ ഇന്നുണ്ടാക്കി ഇഡലി അത് കറക്റ്റ് പാകാണെന്നോ അല്ലേ ചേട്ടാ? അത്ര ഇഡലി ഉണ്ടാക്കണേ. വൈകുന്നേരം വന്ന് ആൻസ് തിന്നു. ആൻസ് വിശന്ന് വന്നപ്പോൾ തിന്നു. രാവിലെ കഴിച്ചു, നമ്മളും കഴിച്ചു. കറക്റ്റായിരുന്നു. ഇപ്പൊ ഒരു നല്ലൊരു മഴ പെയ്ത് തോർന്നതേ ഉള്ളു. നല്ലൊരു മഴ പെയ്തു, നല്ല കട്ടി പെയ്തു. അറിഞ്ഞില്ല, നല്ല മഴയാണ് പെയ്ത്. പക്ഷെ പ്രതീക്ഷിക്കാത്ത നമ്മൾ വന്ന് വേസ്റ്റൊക്കെ എടുത്ത് വന്ന് കയറി മഴ പെയ്തു, നല്ല മഴ പെയ്തു. ഞാനിപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ വീഡിയോയിൽ എൻ്റെ ഓരോ ലൈഫിലെ ഓരോ കഥകളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ആളുകൾക്ക് കേട്ടിട്ട് ബോറടിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് തന്നിട്ട് ആകെ ബോറിങ്ങാ, സബ്ജക്റ്റ് മാറ്റിപ്പിടിയെന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് എൻ്റെ കഥ പറയാനായിട്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ തുറന്ന് പറയാനൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ പിന്നെ നമുക്കത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഇതെന്തുവായിരുന്നു നേരെ നോക്കി ചേട്ടാ, ഇങ്ങനെ കുനിഞ്ഞിരിക്കാതെ ആളുകൾക്ക് മുഖം കാണണ്ടേ? ചേട്ടനെ കണ്ട KG ജോർജിന്റെ ഷേപ്പാന്ന് പറയണോ, ബിജുവേനോന്റെ ഷേപ്പാന്ന് പറയണോ, വേറെ പിന്നെ സായികുമാറിന്റെ ഫാദർ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഷേപ്പാന്ന് പറയണോ, ജാക്സൺ ജോൺ ഉറുമ്പി ചാച്ചൻ പറയും പോലെ, നാട്ടുകാർ വിളിക്കും പോലെ ഉറുമ്പാന്ന്. ചേട്ടനെ ഉറുമ്പാന്ന് വിളിക്കണം. ചേട്ടന് മാത്രമല്ല, ചേട്ടൻ്റെ കൂടപ്പുറപ്പുകളെ അങ്ങനെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ചേട്ടൻ പറഞ്ഞിട്ടില്ലേ ഇറച്ചി വയ്ക്കുന്നത് ചേട്ടൻ ഉറുമ്പാന്ന് തന്നുള്ളൂ. ചേട്ടനായിരുന്നു ചേട്ടാ ഇങ്ങനെ നേരെ നോക്കി സംസാരിക്കായിട്ട് ആളുകളോട്. ചേട്ടാ ഇപ്പൊ സപ്പോസ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾ വന്നില്ലെങ്കിൽ ഈ സമയത്തൊക്കെ ചേട്ടൻ എന്ത് എടുക്കും? ഞാൻ മുമ്പ് സ്ഥലം തന്നെ കാണും. കസാരൊക്കെ അവിടെ ഇരിക്കും. അവിടെ ഒരു 10-10 ഇവിടെ കിടക്കും. ഒന്ന് കഴിഞ്ഞ് ഒറ്റ ഉറക്കാണ്. അമ്പലത്തിൽ നിന്ന് പാട്ട് 5:30 കേൾക്കാം. അന്നേരം അതെ ഉറങ്ങി. അങ്ങനെ ഒരു ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു റിസൾട്ടില്ല. ബെഡേ കിടന്നാൽ അപ്പം മൊബൈൽ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ മൊബൈൽ അവിടെ കിടക്കും, ഞാനവിടെ കിടക്കും. ചിലപ്പോൾ ഞാൻ നേരത്തെ കുത്തിയിട്ടിട്ട് ഞാൻ കിടന്നു പോകും. പിന്നെ വെളുപ്പിന് പിന്നെ ഇടയ്ക്ക് മൊബൈൽ അടിച്ചാൽ എടുക്കൂട്ടോ, എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ രാവിലെ 5:30 ആകുമ്പോൾ ഏതാ ആഹാരമൊക്കെ കഴിക്കുന്ന എപ്പോഴാ? അത് കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് കഴിച്ചു. അത് കൂടുതൽ പോവില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി പിന്നെ പോയി അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം മൊബൈൽ നോക്കും. ചേട്ടൻ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഈ 2024 കല്യാണം കഴിക്കുമായിരുന്നോ? പറയാൻ പറ്റില്ല.
പറയാൻ പറ്റില്ല അത്. കാരണം അത് ഒരേ തോന്നലാണല്ലോ നമുക്ക്. ചിലപ്പോൾ നമ്മൾ പ്ലേറ്റ് മാറ്റി വേണ്ടെന്ന് നോക്കും. മറ്റേ സിംഗിൾ പാസിംഗ് ഇപ്പൊ ചേട്ടന് തോന്നട്ടെന്ന് തോന്നുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു. തോന്നിയിട്ടില്ല. എന്നാ ഇച്ചില്ല ഇടയ്ക്ക് ചേട്ടനോട് കുത്തി കുത്തി ചോദിച്ചാൽ ചേട്ടൻ സത്സംഗമായിട്ട് മറുപടി അറിയാതെ പറഞ്ഞു പോകും ചേട്ടൻ. ചേട്ടൻ ഉള്ളിലുള്ളത് അതേപടി എക്സ്പ്രസ് ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല വേണ്ടായിരുന്നു എന്നെ വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്കുണ്ടാക്കാൻ കേസുകളിൽ കാണിക്കും പോലെ. പറ ചേട്ടാ, ചേട്ടന് കല്യാണം കഴിക്കില്ലായിരുന്നോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് അന്നത്തെ ഒരു ഇതിൽ വീട്ടുകാരൊന്നും ആലോചിച്ചിട്ടില്ല ചേട്ടാ? ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ചേട്ടൻ ഒറ്റയ്ക്കായിട്ട് വീട്ടുകാരുടെ റിലേഷനിൽ നിന്ന് അങ്ങനെയൊന്നും ആലോചനകൾ കൊണ്ടുവരില്ല. വീട്ടുകാർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നല്ലോ ചേട്ടാ. പിന്നെ നേരെ വന്നിട്ട് വർത്താനം പറഞ്ഞു ചേട്ടാ. ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ആകെ ടയേർഡായിട്ടിരിക്കും പോലെ ആൾക്കാർ നമ്മളെ കണ്ടോണ്ടിരിക്കാന്ന് പറയണം. നോക്ക് ചേട്ടാ അങ്ങോട്ട്. കൂട്ടുകാരന്മാരെ ആലോചിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ടോ ചേട്ടൻ? ഇല്ല. അത് ഇവിടെ അടുത്തൊക്കെയാണോ പറഞ്ഞത്? അങ്ങനെ അല്ലാതെ ആലോചന ഒന്നും കൊണ്ടുപോകുന്നില്ല. ചേട്ടന അധികം നാളെ ഒറ്റയ്ക്ക് കിടന്നു അതിനാ? എത്ര 2-3 കൊല്ലല്ലേ? 3 കൊല്ലമൊക്കെ ഒറ്റയ്ക്ക്. ഫുഡൊക്കെ ചേട്ടൻ ഉണ്ടാക്കുമായിരുന്നു അപ്പോ? എന്നിട്ടോ ഫുഡ് ഉണ്ടാക്കുമായിരുന്നോ ഇവിടെ? രാവിലെ എണീറ്റ് ഉണ്ടാക്കുവോ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? എന്നാ ഉണ്ടാക്കണേ? അതാണോ ഉണ്ടാക്കണേ? അവല അല്ലല്ല, രാവിലെ തന്നെ അവല് ഇതൊക്കെ ഉണ്ടാക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ പോകാൻ നേരത്ത് ചോറ് വെച്ചിട്ട് പോകും. ചോറ് അങ്ങനെ കൂടുതൽ വെക്കാറില്ല, ചപ്പാത്തിയാണ്. ഞാനിവിടെ വരുമ്പോഴും ഇവിടെ അരിയൊന്നും അങ്ങനെ ഇല്ല. ഇച്ചിരി അരി ഇരിക്കുന്നുള്ളൂ, അങ്ങനെ അരി ഇല്ല. ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു, റവ ഇരിപ്പുണ്ട്. ഞാനിവിടെ വരുമ്പോ അതൊക്കെയാ കാണുന്നത്. ഗോതമ്പ് പൊടി, റവ, പിന്നെ കുറച്ച് മീറ്റ് മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെ പൊടികളൊക്കെ ഉണ്ട്. പിന്നെ ഗ്രാമ്പൂ, മല്ലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊടംപുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചായപ്പൊടി, പഞ്ചസാര നിറഞ്ഞിരിക്കും എന്താണെങ്കിലും. ചായ മസ്റ്റ് ആയതുകൊണ്ട് പഞ്ചസാര പാത്രം നിറച്ചിവിടെ കാണും. പിന്നെ എല്ലാവരും പറയും പഞ്ചസാര കഴിച്ചാൽ വെയിറ്റ് കൂടുന്നു. എനിക്ക് തോന്നണില്ല. കാരണം എനിക്ക് വണ്ണം വെപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെ പരിപാടി, എന്തൊക്കെ ആഹാരങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെ തിന്നിട്ടുണ്ട്. പഞ്ചസാര എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പഞ്ചസാര ചുമ്മാ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നതൊക്കെ ഞാനങ്ങനെയൊക്കെ കുടിക്കാം. അത് വണ്ണം വയ്ക്കാനല്ല, എനിക്കത് ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഈ പഞ്ചസാര ഒന്നും കഴിച്ചിട്ടൊന്നും എനിക്കൊരു വണ്ണം വെച്ചില്ല. എനിക്കൊക്കെ ചുമ്മാ വണ്ണം വയ്ക്കുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ടേ ഉള്ളൂ എനിക്കിതുപോലെ വണ്ണം വെച്ചിട്ട്. എന്നും വെച്ച് എനിക്കങ്ങനെ ഓവർ തടിയൊന്നുമില്ല. എന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം തോന്നും. പക്ഷേ നേരിട്ട് കാണുമ്പം എനിക്കങ്ങനെ വണ്ണമൊന്നുമില്ല. ഒത്തിരി പേരത് നേരിട്ട് കണ്ടവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലയാറ്റൂരൊക്കെ വെച്ച് ഒക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന അത്രയും വണ്ണമൊന്നുമില്ലല്ലോ കേട്ടോ. ഞാൻ പറയണ്ടോ? അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. സ്വാഭാവികം ചിലർക്ക് വണ്ണം വയ്ക്കും, വണ്ണം ചുറ്റും. പിന്നെ ചേട്ടനെ എപ്പോഴും ഈ പുറമാതിക്കുള്ള പരിപാടി? ഞാൻ പുറമെ വന്നെ കൈപ്പത്തിയാൽ ഓടിച്ച് കളഞ്ഞ ചേട്ടൻ എനിക്കിട്ട് അത് വെച്ചിട്ട് കുത്തി അടിച്ചു. മാന്തി. ഞാനത് വെച്ചിട്ടൊരു ഒടിയാൻ വെച്ചു കൊടുത്തു.
ദേഷ്യം വന്നിരിക്കുമ്പോൾ പിന്നെ ഓടിക്കാതിരിക്കണം. ഓ ആയിക്കോ കുഴപ്പമില്ല. ചേട്ടൻ അവരോടെന്തെങ്കിലും പറയും, ഇതെന്തോ ഈ മുട്ടയുടെ തുണി വെച്ചിട്ട്. ചേട്ടൻ ആകെ ടയേർഡാണല്ലോ, എന്ത് പറ്റി? ചേട്ടൻ ആകെ ടയേർഡാ. ചേട്ടൻ നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കല്ലേ, ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും സ്കിപ്പ് അടിച്ചിട്ട് പോകും. എന്നെ മിണ്ടാത്ത ഞാനാ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. യെസ് മോളെന്നേ ഉള്ളൂ. ചേട്ടനൊന്നും സംസാരിക്കണില്ല. ചേട്ടൻ എന്നെ എത്ര ആലോചിക്കാൻ നിന്നായിരിക്കുന്നത്. ചേട്ടൻ ഭയങ്കര ആലോചനയാണല്ലോ ഇരുന്നത്. ഇങ്ങനെ വാന്തിക്കൊണ്ടിരിക്കില്ല. ചേട്ടൻ കുളിക്കൂലെന്ന് കമന്റ് പോലും ഇട്ട് അടുത്തത്. പിന്നെ നീ വാന്തനായിരുന്നു. ചേട്ടന്റെ പുറം തരച്ചില്ല ഹോമവാ കരടിക്കുട്ടൻ. അതിങ്ങനെ കാറ്റത്ത് ആടുമ്പോ ചേട്ടന് ചോദിക്കും. അതിനാണ് ഉടുപ്പിടണമെന്ന് പറയുന്നത്. ഉടുപ്പിട്ടിട്ട് വേണം വീഡിയോയിൽ വന്നിരിക്കാൻ. ഇതെന്തോന്ന് ഇതാ, ഇങ്ങനെയാണ് ആൾക്കാർ മൊത്തം ഇരുന്ന് ചേട്ടനെ കാണുന്നത്. ആ ഉണ്ണി വയറും തല ഒരുപോലെ ഇരിക്കുന്ന. ഞങ്ങളെന്നാ കിടക്കാൻ പോവാ. ഇവിടെ എങ്ങനെ കിടക്കാം? എനിക്കിപ്പോ എവിടെ കിടന്നാലെന്ന്. ഇന്ന ചേട്ടാ ഒന്നും ഉണ്ടാത്ത നല്ല സുഖമാട്ടോ ഈ പുൽപ്പായിന് ഇങ്ങനെ ഈ പലകക്കട്ടിൽ കിടക്കാനായിട്ട്. നടുവേദന ഇല്ല, പക്ഷെ എനിക്ക് വേറെ മേലുവേദനയൊക്കെ തോന്നുന്നു. പ്രാണിയാണെങ്കിൽ കുഞ്ഞിനെ നക്കി മിനുക്കുവോ, കുഞ്ഞ് പാല് കുടിക്കുവോ. കുഞ്ഞു പ്രാണി പാവാ എൻ്റെ പൂച്ച. എനിക്ക് പൂച്ചകളെ, പട്ടികളെ, കോഴികളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൊച്ചും എന്നാ ചേട്ടാ ആലോചിക്കണേ? ചേട്ടനാണ് ആലോചിക്കാൻ കാരണങ്ങളൊന്നും ഇല്ലാത്ത. ഇപ്പൊ ചേട്ടൻ സിംഗിൾ പസംഗി ആയിട്ട് ഇവിടെ ജീവിച്ചതാണ്. എന്നിട്ട് ചേട്ടൻ ഇപ്പൊ വീണ്ടും സിംഗിൾ പസംഗി ആയാൽ മതി എന്ന് തോന്നണുണ്ട്. അതേ ഉള്ള പിന്നെ മൊബൈലുള്ളത് കൊണ്ട് ഒരു പരിധി അടുപ്പാകുന്നു. അതിപ്പോഴും കുറച്ച് മടുപ്പാകും. നീ ഇടയ്ക്കാണ് ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് നമ്മൾ മൊബൈൽ കണ്ടോണ്ടിരിക്കാന്ന് വെച്ചോ. എല്ലാവരും മൊബൈൽ കണ്ടോണ്ടിരിക്കും. പക്ഷെ ഞാൻ അവിടെ പോവാ. ഞാൻ തോണ്ടി വിളിക്കുമ്പോ എന്നോട് ദേഷ്യപ്പെടുവാ. അത് അവിടെ നല്ല ഇന്നിപ്പോ അവിടെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു വൈകിട്ട്. ഞാൻ ഇറങ്ങി നീ വന്യന്ന് കൊച്ചു വന്യന്ന് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയാന്ന്. ആ കാലിൽ നീട്ടി വെച്ച് സുഖാന്ന്, കാല് വിട്ടിട്ട് സുഖമായിരുന്നു. നല്ല ഞാൻ ഇത് പിടിക്കുന്നുണ്ട്. ചിലപ്പോൾ മൊബൈലൊക്കെ ചാടിപ്പോവും. കടയിൽ നിന്ന് ഓർമ്മയായിരുന്നു ഈ കസരയിൽ നിന്ന്. അന്നേരം മൊബൈൽ എത്ര പ്രാവശ്യം ചാടിപ്പോയിട്ട് ചില്ലി പൊട്ടണമെന്നറിയാം. വീഡിയോ വേണ്ടിയപ്പോൾ വ്യാഴ അവധി, വെള്ളി അവധി, ശനി ഞായർ 4 ദിവസം അവധി കിട്ടി. എന്നിട്ട് പറയൂട്ടോ ഞാൻ തിങ്കളാഴ്ച അവധി. തിങ്കളാഴ്ച കിട്ടുവാണെങ്കിൽ നല്ല കാര്യമാണ്. തിങ്കളാഴ്ച അവധി. തിങ്കളാഴ്ച അവധി ആയിരുന്നു വേൾഡ് കപ്പിന്റെ. പിന്നെ ഞങ്ങളുടെ കോളേജ് ഇനാഗ്രേഷന് വേണ്ടി പോയി. മനസ്സിലായോ? തിങ്കളാഴ്ച. പക്ഷെ തിങ്കളാഴ്ച ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ പോയി. പിന്നെ ചൊവ്വ ബുധനും ക്ലാസ് ഉണ്ടായിരുന്നു. വ്യാഴ KS വിദ്യാഭ്യാസ ബന്ദ്, വെള്ളി നാളെ SFI വിദ്യാഭ്യാസ ബന്ദ്, പിന്നെ ശനിയാഴ്ച എന്നാലും നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ശനിയാഴ്ച ഓൺലൈൻ ക്ലാസ് നമ്മൾ വീട്ടിലാണല്ലോ. പിന്നെ ഞായർ, പിന്നെ അതും കഴിഞ്ഞ് നമുക്ക് തിങ്കളാഴ്ച പോയാൽ മതി. അങ്ങനെ ഈ മാസം അങ്ങ് തീർന്നതേ. ഓണം വരാൻ പോകും, കർക്കിടകം പകുതിയാകാൻ പോവുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എക്സാം ഡ്യൂട്ടി ഒക്കെ വരും. കേട്ടോ, അടുത്ത 30-ാം തീയതി എക്സാം ഡ്യൂട്ടി ഉണ്ട്. ജൂലൈ ലാസ്റ്റ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീഡിയോ വൈകിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. എനിക്ക് കമൻസ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ പരമാവധി റിപ്ലൈ ഒക്കെ തരാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പം ഇച്ചിരി ടൈമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്. പിന്നെ ലൈക്ക്,
ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ഓൾ എന്ന ഓപ്ഷൻ ബെല്ലൈക്കൺ ഞെക്കുവാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. നമ്മളെന്നും പകല് 11:30 രാവിലെ 11:30 ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.